ഇന്ന് പറയാൻ പോകുന്നത് താമരയെക്കുറിച്ചാണ്. താമര മിക്ക വീടുകളിലും ഒരു വീടിൻ്റെ മുമ്പിൽ ഒരു തൊട്ടി കെട്ടി അതിനകത്ത് താമര വളർത്തുകയും മീൻ വളർത്തുകയും അതിൽ പൂവുണ്ടാവുന്നതും കാണാനായിട്ട് ഭംഗിയാണ്. മീൻ വളർത്തുന്ന ഗപ്പി പോലുള്ള ചെറിയ മീനുകളെ വളർത്താറുണ്ട്. മിക്ക ദിക്കുകളിലും അത് ഉണ്ട്. അപ്പോൾ ഒരു പലതരം താമര വിത്തുകൾ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അത് വാങ്ങിയിട്ട് എങ്ങനെയാണത് മുളപ്പിക്കുന്നത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കമ്പനിക്കാർ സാധനം അയച്ചു തരും. അത് എങ്ങനെ മുളപ്പിക്കുന്നത് എന്താണെന്നതിനെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരിക്കലൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ കണ്ടതിന് ശേഷവും പലർക്കും ചില സംശയങ്ങൾ വെച്ച് അവർ വീണ്ടും വിളിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ആ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു താമര വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ താമര വിത്തിന് രണ്ട് തലയുണ്ട്. ഒന്ന് ഉരുണ്ടിട്ടുള്ള ഭാഗവും ഒരു മോനയുള്ള ഭാഗവും. അപ്പോൾ ഇത് രണ്ടുമാണ് ഉള്ളത്. ഈ രണ്ടുള്ളതിൽ നമ്മൾ സാധാരണ ഈ മോനയുള്ള ഭാഗം ഒന്നും ചെയ്യില്ല. ഈ ഉരുണ്ടിരിക്കുന്ന ഭാഗം നമ്മൾ പേപ്പറിലോ ഫയലിലോ മിനുസമായിട്ടുള്ള സ്ഥലത്ത് വച്ചിട്ട് ഒന്ന് ഉരയ്ക്കും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള തോട് പൊട്ടും. ആ തോടിന് ഈ കനം ഉണ്ടാവുള്ളൂ. ഈ തോട് പൊട്ടിക്കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മളിതിനെ ഉരച്ചിട്ടാണ് വെള്ളത്തിലിടുന്നത്. അപ്പോൾ ഉരയ്ക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉരുണ്ടിരിക്കുന്ന ഭാഗം മാത്രം ഉരച്ച് ഇതിൻ്റെ തോട് ചെറുതായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേമാതിരി ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇടും. 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് അതിൻ്റെ മുള വരും. മുള മുകളിലോട്ട് കുറച്ച് പൊന്തി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇല വരും. ഇതേമാതിരി ഇല വരും. ഇല വന്നതിന് ശേഷം ഒരു 12 ദിവസം കഴിയുമ്പോൾ 12 ദിവസം കഴിയുമ്പോഴേക്കും നമുക്കിതിന് വേര് വരും. വേര് വന്നതിന് ശേഷം വേണം പുതിയ ഇതിലേക്ക് നടാൻ വേണ്ടിയിട്ട്. വേരില്ലാതെ കണ്ട് ഇത് കൊണ്ടുപോയി നട്ടിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ വേര് വന്നു കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലോ ഒരു ചട്ടിയിലോ എന്തിലെങ്കിലും മണ്ണ്, ചാണകപ്പൊടി, വളം എല്ലാം കൂടെ ചേർത്തിട്ട് അതിനകത്ത് ഇതിനെ ഈ വേരുള്ള ഭാഗം മണ്ണിലാക്കിയിട്ട് വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുക. വെള്ളം ഒഴിച്ചെടുക്കുക. ഈ ഇല പൊന്തി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇല പൊന്തി വരുന്ന സമയത്ത് ആ ഇലയുടെ ഹൈറ്റ് ലെവലിൽ നമ്മൾ വെള്ളം നിർത്തി കൊടുക്കുക. ആ കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്തല ഓരോന്ന് വന്ന് മുകളിൽ ഇല പടർന്ന് കിടക്കും. പിന്നീടുണ്ടാവുന്ന പുതിയ ഇല തണ്ടായിട്ട് മുകളിലോട്ട് നേരിട്ട് വരും. അതാണ് താമരയുടെ വളർച്ചയുടെ അവസാന ഘട്ടം. പിന്നെ അതിനുള്ളിൽ നിന്നാണ് പുതിയ തണ്ടുകൾ ഉണ്ടാകുമ്പോഴുള്ള പൂവുണ്ടാകുന്നത്. സമയം കിട്ടുമ്പോൾ വല്ല പൈപ്പ് എങ്ങാനും ഇട്ടിട്ട് ട്യൂബ് ഇട്ടിട്ട് അതിലത്തെ മുകളിൽ കാണുന്ന അഴുക്കോ വെള്ളങ്ങളൊക്കെ കളയുക. അതേ സമയത്ത് മണ്ണിൻ്റെ അടിയിലുള്ള ഇതിനെ ഒന്നും ചെയ്യണ്ട. അതിന് നമുക്ക് എല്ലുപൊടി, ചാണകം ഇതൊക്കെ ഒരു കിഴിയിലോ കല്ലിലോ കെട്ടി വെച്ചിട്ട് അടിയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് അത് വലിച്ച് എടുത്തോളും. അപ്പോൾ പിന്നെ ഇടയ്ക്ക് വെള്ളം മാറ്റുക എന്ന് പറയുന്ന പരിപാടി ദിവസവും നടക്കുന്ന കാര്യമൊന്നുമല്ല. മുകളിലത്തെ വെള്ളത്തിനകത്ത് അഴുക്കുള്ള ഭാഗം മാത്രം കളയുക. ശുദ്ധജലത്തിൽ മാത്രം വളരുന്ന ചെടിയാണ് ഈ താമര. ഇതിൻ്റെ മുകളിലോട്ട് വരുന്ന ഇലയും മുകളിലോട്ട് വരും, പൂവും മുകളിലോട്ട് വരും. വടി മാതിരി ഉണ്ടായിട്ട് അതിൻ്റെ മുകളിലാണ് പൂവുണ്ടാവുന്നത്. ആ പൂവിൽ നിന്നാണ് ഈ കായ. പൂവ് ഉണങ്ങിക്കഴിഞ്ഞാലാണ് ഈ കായ ഉണ്ടാകുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഈ താമരയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട് പലരും എന്നെ വിളിക്കാറുണ്ട്, താമര വിത്ത് വേണം, ഈ വിത്ത് എവിടെ കിട്ടും എന്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ താമര വിത്ത് വിതരണം ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഒരു 5ഓളം തരം വിത്തുകൾ താമരയുടെ ഇതേമാതിരി വിത്തുകളായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ഈ താഴെ കാണുന്ന നമ്പർ ജിബ്രാസ് ഏജൻസീസ് എന്ന് പറയുന്നത്, അവർ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ നമ്പറിൽ ആവശ്യപ്പെട്ട ഈ വിത്തുകൾ നിങ്ങൾക്ക് അയച്ചു തരും. പിന്നെ മുളപ്പിക്കേണ്ട കാര്യത്തിൽ വേറെ വല്ല സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി ഒരു 7 മണിക്ക് ശേഷം വിളിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരുപാട് നന്ദി.